ഹായ് ഫ്രണ്ട്സ്, ഇതായിട്ട് നമ്മളെ വീട്. ഡൽഹിയിൽ നമ്മളെ വീടാണിത്. കുറച്ച് അതിഥികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സുകൾ കാശ്മീർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവരെവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് വ്ലോഗാണ്, എന്നെ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ്. ഏതായാലും കുറച്ച് ആൾക്കാരൊക്കെ കാണിച്ചു തരാം, പരിചയപ്പെടില്ല. മിസ്റ്റർ നായിഡു, മുഫീദ് പരിപാടിയിലാണ്. കല്ലുമ്മക്കായി ബിരിയാണി വെക്കാൻ പോകും. ബിരിയാണി ഏകദേശം അതിൻ്റെ കുറച്ച് പകുതി പണി കഴിഞ്ഞില്ലേ? എന്നതാ മിസ്റ്റർ ഫവാസ് ചെമ്പ് കൈകൊണ്ടിരിക്കുന്നു. ഹോട്ടൽ ജോലിയാണ് മുമ്പ് ഹോട്ടൽ ജോലി ചെയ്യുന്നു മുമ്പർക്ക്. ബിരിയാണിക്കുള്ള ചെമ്പ് കൈകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ചെമ്പ് കൈകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അയക്കറ ബിരിയാണി ഉണ്ട്. ഇവരൊക്കെ കാശ്മീർ കാണാൻ വന്നതാണ്. സംഭവം കാശ്മീർ കാണാൻ വേണ്ടി ഇന്നലെ വന്ന് ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ തണുപ്പ് എന്നെ സഹിക്കാൻ കഴിയണില്ല. ഇനിയിപ്പോൾ കാശ്മീരിൽ എങ്ങനെ പോകുന്നുള്ളതാണ്. ഞാൻ മുമ്പ് തണുപ്പുണ്ടോ? തണുപ്പ് കുറച്ച് കുഴപ്പമില്ല. കുറച്ച് കുഴപ്പമില്ലെന്നോ? ഏകദേശം പരിപാടി സെറ്റായാണ്. ഇത് കല്ലുമ്മക്കായാണ് കാണിച്ചത്. കല്ലുമ്മക്കായി ഒന്നെടുത്തതിന് ഇത് കല്ലുമ്മക്കായി ഇവിടെ ഇല്ല. പൊടിഞ്ഞല്ലോ ഒന്നായിട്ട്. ഇത് പൊരിച്ചിട്ടല്ലേ വെക്കുക. അയക്കാർക്കുള്ള മസാലയൊക്കെ ഇല്ലേ? നമ്മളെ ഇതൊക്കെ നാട്ടിൽ തുറന്നിട്ടാ കുറേ ഉണ്ട്, കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഐറ്റം. ഇതൊക്കെ വലിയ ഇന്നലെ നാട്ടിൽ നിന്ന് തുറന്നാണ്. 4-5 ദിവസത്തേക്കുള്ള, 1 മാസത്തേക്കുള്ള മീനുണ്ട്. ഒക്കെ പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സെറ്റ് സെറ്റ് കിട്ടിയാ ഇങ്ങനെ വെന്ത് വരുമ്പോൾ കല്ലുമുക്കായി ഇനി ഇത് ദമ്മിട ചെയ്യാം. അങ്ങനെ ഷെഫ് അരിന്റെ പരിപാടി തുടങ്ങി. കല്ലുമുക്കായി റെഡി ആയില്ല. വാവ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. പരിപാടിയിലാണ്. അരി കൈ വെച്ചാ? അരി കൈക്ക് റെഡിയാക്കിന്. മീൻ മസാല അരിച്ച് വെച്ചിരുന്നു. അല്ല, നമ്മള് എന്നാ പോണ്? നമ്മള് 16-ാം തീയതി നമ്മള് വേറെ ടീം വരുന്നുണ്ട്. ഓരോ കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോണത്. പ്ലാൻ ആക്കിയ കാശ്മീരിന്റെ മണാലി. നമ്മൾ ഇവിടുന്ന് എങ്ങനെ നമ്മൾ പോണത് വെച്ചാൽ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യും. നേരെ ലഡാക്ക് കയറാനാണ് പ്ലാനിങ് ഒക്കെ ഓക്കെ. ഇതാണ് ഇവിടുത്തെ നെയ്യല്ലേ? അനന്ത ഇവിടുത്തെ വെളിച്ചെണ്ണ കണ്ടോളൂ. ഇതാണ് വെളിച്ചെണ്ണ. പ്യൂർ വെളിച്ചെണ്ണയാണ്. കത്തിയിട്ട് വേണം ഒരു കത്തി. പ്യൂർ വെളിച്ചെണ്ണ കട്ടാവും എന്തായാലും. ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ദമ്മിട്ട് വെച്ചിക്കണ്. ഇനി അടുത്ത് നമ്മള് മീൻ പൊരിയാ വെളിച്ചെണ്ണ കൊഴിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഐക്കോറ. ഇതില് നമ്മുടെ നാട്ടിലെ ഐക്കോറ എന്ന് പറയുമ്പോൾ ചിലരിൽ എന്താ പറയാ, നെയ്മീൻ പറയും. അങ്ങനെയൊക്കെ പറയും അല്ലേ? കിങ് ഫിഷ്. കിങ് ഫിഷ് പിന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മളോട് ഇത് ഐക്കോറ എന്ന് പറയും. കൊല്ല ഏരിയയിലൊക്കെ നെയ്മീൻ പറയാം. ഇത് നിങ്ങളെ കുക്കിംഗ് ആവൂലേ? എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഇന്ന് നല്ല അടിച്ച് കിടന്നുറങ്ങണ വൈകിട്ട് എവിടേക്കും പുറത്ത് പോകണ വരില്ല. ഡൽഹി നാളെ കാണാം. അവസാന ഘട്ടത്തിലാണ്. മുപ്പി സലാഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മുപ്പിയെ? ഏത് അറബിക്കാ? ഇതെന്താ മഞ്ഞ കളറിൽ ക്യാപ്സിക്കം അല്ലേ? അറബി സലാഡ്. പിന്നെ എന്താ ക്യാപ്സിക്കം വേറെ എന്താ? കസ്സാണ് ഇത്. കസ്സല്ല, അപ്പൊ നമ്മൾ ഫൈനലി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓസേ, ഇത് കഴിച്ചിട്ട് നമുക്ക് പാത്രം കഴിക്കാനുള്ളതാണ്. അത് മറക്കണ്ട. നമ്മളെ കല്ലുമ്മക്കായ് ബിരിയാണി റെഡി. വെത്തതിന് പീസൊക്കെ ഇവിടെ കഴിക്കുക. അതിന് ടേസ്റ്റ് നോക്ക്. നമ്മളെ കിങ് ഫിഷ് വറുത്തത്
അയക്കോറ നെയ്മീൻ വാവ്. അറബിക് സലാഡ്. കഴിക്കണം നോക്കട്ടെ എന്താണ് വല്ല ഇജ് കഴിച്ചിട്ട് ഇജുണ്ടാക്കിയിട്ട് ഇജന്നെ കഴിച്ചിട്ട് നല്ലത് പറയണ്ട. നമ്മള് കഴിച്ചിട്ട് പറഞ്ഞതാ. അടി മസാല ഒക്കെ നല്ല മിക്സ് ആയിക്കോ. ഇതിനിടയിൽ ഒരു ബോംബുണ്ട്. ഇത് കഴിച്ചിട്ട് എന്താ കുഴപ്പമില്ല. സൂപ്പർ സാധനം. ഇത് ഇവിടുത്തെ ഡൽഹി മേക്ക് മെയ്ഡാണ്. ഇതിന്റെ പിന്നെ റെസിപ്പി എനിക്കറിയില്ല. എന്തോ ഇവിടെ എന്തോ പേര് പറയും, അതും എനിക്കറിയില്ല. അത് കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ശർക്കരല്ലേ, ശർക്കരയും കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്കിവിടെ ഒരാൾ ഗിഫ്റ്റ് തന്നാ. എന്തായാലും ഇപ്പം നമ്മൾ ഇനി കഴിച്ചിട്ട് പറയാം ബാക്കിയുള്ളത്. മിക്സ് ആക്കാൻ എന്താ പേടി? മിക്സ് ആക്കി കഴിക്കി ഫാസ്റ്റ് കഴിച്ച് ടേസ്റ്റ് നോക്ക്. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടാ. സാധനം സെറ്റാണ്. വിചാരിച്ച മാതിരിയല്ല, മുഫി സെറ്റാക്കി ഉണ്ടാക്കി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 4:30 ഫുഡ് കഴിച്ചേ. 5 മണിയായി. ഫുഡ് കഴിച്ച് നല്ല ഉറക്കത്തിൽ ബോസ് പാത്രമൊക്കെ കഴിച്ച് 5 മണിക്ക് ഡൽഹി കാണാൻ വന്ന ആൾക്കാർ, ഡൽഹി കാശ്മീർ കാണാൻ വന്ന ആൾക്കാർ ഇന്നലെ എങ്ങാനും വന്നിങ്ങനെ ഫ്ലൈറ്റിന് കിടന്നുറങ്ങണതാ. ഏതായാലും അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ഗുഡ് നൈറ്റ്. 5 മണിക്ക് ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.